നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വ്യവസായ വളർച്ചയ്ക്കും നഗരവൽക്കരണത്തിനും കരുത്തേകുന്നത് ഇവിടുത്തെ ഇലക്ട്രിക് വയർ കേബിൾ വിപണിയാണ്. അടിസ്ഥാന സൗകര്യ വികസനവും പുനരുപയോഗ ഊർജ്ജ പദ്ധതികളും വർദ്ധിക്കുന്നതോടെ നൂതനമായ കേബിളുകൾക്കും പവർ സിസ്റ്റങ്ങൾക്കും വലിയ പ്രിയമാണുള്ളത്. ഇന്ന് ഡാറ്റാ സെന്ററുകൾക്കും 5G നെറ്റ്വർക്കുകൾക്കും ആവശ്യമായ അത്യാധുനിക ഫൈബർ കേബിളുകളും തകരാറുകൾ മുൻകൂട്ടി തിരിച്ചറിയുന്ന സ്മാർട്ട് വയറിംഗ് സാങ്കേതിക വിദ്യയും ഈ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു. ഇറക്കുമതി കുറച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്നത് വഴി മികച്ച നിലവാരമുള്ള വയറുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുന്നു. ഇതാണ് മറ്റൊരു പ്രത്യേകത. കൂടുതൽ സുരക്ഷിതത്വവും കാര്യക്ഷമവുമായ ഒരു ഭാവിക്കായി ഈ വിപണി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഇലക്ട്രിക് വയർ ആൻഡ് കേബിൾ വിപണിയെ പ്രധാനമായും 4 വിഭാഗങ്ങളിലായാണ് തരംതിരിച്ചിരിക്കുന്നത്. എൻഡ് യൂസർ അടിസ്ഥാനത്തിൽ റെയിൽവേ, ഊർജ്ജം, നിർമ്മാണ മേഖല, ടെലികോം എന്നിങ്ങനെയും കേബിളുകളുടെ ടൈപ്പ് അനുസരിച്ച് പവർ കേബിൾ, സ്പെഷ്യാലിറ്റി കേബിൾ എന്നിങ്ങനെയുമാണ് പ്രധാനപ്പെട്ട വിഭജനം. കൂടാതെ ലോ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ് എന്നിങ്ങനെ ഉൽപ്പന്നങ്ങളെയും തരംതിരിക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണവും പൂർണ്ണമായ വൈദ്യുതീകരണവുമാണ് കേബിൾ വിപണിയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണമാകുന്നത്. ട്രെയിനുകളുടെ സുരക്ഷിതമായ ഓട്ടത്തിന് ആവശ്യമായ അത്യാധുനികമായ സിഗ്നലിംഗ് കേബിളുകൾക്കും സ്റ്റേഷനുകളിലെ സുരക്ഷ ഉറപ്പാക്കുന്ന തീപിടിക്കാത്ത തരം വയറുകൾക്കും ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. അതിവേഗ ട്രെയിൻ പദ്ധതികൾക്കായി ഹൈസ്പീഡ് സിഗ്നൽ സംവിധാനങ്ങളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും നടപ്പിലാക്കുന്നത് റെയിൽ ശൃംഖലയുടെ ശേഷി 20% വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പരിസ്ഥിതി സൗഹാർദ്ദമായ കേബിളുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഊർജ്ജ നഷ്ടം കുറയ്ക്കാനും റെയിൽവേ ലക്ഷ്യമിടുന്നുണ്ട്. ചുരുക്കത്തിൽ സുരക്ഷയ്ക്കും വേഗതയ്ക്കും മുൻഗണന നൽകുന്ന ഈ മാറ്റങ്ങൾ കേബിൾ വിപണിയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കും. ഇന്ത്യയിലെ നഗരവൽക്കരണവും ഊർജ്ജ ഡിജിറ്റൽ മേഖലയിലെ വൻ വികസനവുമാണ് കേബിൾ വിപണിയുടെ വളർച്ചയ്ക്ക് ആധാരം. ഗ്രിഡ് ആധുനികവൽക്കരണത്തിലൂടെ പവർ കേബിളുകളുടെ ഉപയോഗത്തിൽ 25% വർധനമുണ്ടായപ്പോൾ 5G തരംഗവും ഡാറ്റാ സെന്ററുകളുടെ വ്യാപനവും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്ക് വലിയ ഡിമാൻഡ് സൃഷ്ടിക്കുന്നുണ്ട്. പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള ചുവടുമാറ്റവും ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ സംവിധാനങ്ങളും വഴി സിസ്റ്റം കാര്യക്ഷമത 10% വരെ മെച്ചപ്പെടുത്താനും ഈ മേഖലയിലെ പുതിയ മാറ്റങ്ങൾ സഹായിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസന പ്രക്രിയയിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഇത്തരം കമ്പനികൾ വിപണിയിൽ നിശബ്ദമായി വൻതോതിൽ സമ്പത്ത് സൃഷ്ടിക്കുകയാണ്. ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പോളിക്യാബ് ഇന്ത്യ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരു സാധാരണ കേബിൾ നിർമ്മാതാവ് എന്ന നിലയിൽ നിന്നും പ്രീമിയം മൂല്യമുള്ള വിപണി നായകനായി പോളിക്യാബ് മാറി. മിക്ക വ്യവസായ സ്ഥാപനങ്ങൾക്കും സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന മികച്ച ലാഭവിഹിതവും നിക്ഷേപ നേട്ടവുമാണ് ഇന്ന് ഈ കമ്പനിക്ക് കൈവരിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരു കമ്പനിയുമുണ്ട്, RR കേബിൾ. അതിവേഗം വളരുന്ന ഒരു കമ്പനി. മെച്ചപ്പെടുന്ന ലാഭവിഹിതം, കേബിൾ ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പങ്ക്, ഉൽപാദനശേഷിയിലെ വിപുലീകരണം, മികച്ച റിട്ടേൺ റേഷ്യോകൾ, കുറഞ്ഞ കടബാധ്യത ഇവയ്ക്കെല്ലാം പുറമെ ഇപ്പോഴൊന്നും അവസാനിക്കില്ലെന്ന് ഉറപ്പുള്ള വിപണി സാഹചര്യങ്ങളും. ഇന്ന് RR കേബിൾ ഒരു ചെറിയ വെല്ലുവിളിയായല്ല, മറിച്ച് വലിയൊരു വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് കാണപ്പെടുന്നത്. കമ്പനിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ മാറ്റം ഇതിനകം തന്നെ ആരംഭിച്ചു എന്നാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ RR കേബിൾ $1 ബില്യൺ വരുമാനമെന്ന നാഴികക്കല്ല് പിന്നിട്ടു. വാർഷിക വരുമാനം 27.6% വർദ്ധിച്ച് 9,722 കോടി രൂപയായി. അതോടൊപ്പം തന്നെ കമ്പനിയുടെ എബിറ്റ മാർജിൻ 6.4% നിന്ന് 8.1% ഗണ്യമായി മെച്ചപ്പെട്ടു. മാർച്ച് പാദത്തിലെ പ്രകടനം ഇതിലും മികച്ചതായിരുന്നു. വരുമാനം 33.7% വർദ്ധിച്ച് 2,964 കോടി രൂപയിലെത്തി. എബിറ്റ 264 കോടി രൂപയായി രേഖപ്പെടുത്തിയപ്പോൾ മാർജിൻ 8.9% ഉയർന്നു. ഇതിനേക്കാളെല്ലാം ഉപരിയായി കമ്പനിയുടെ വളർച്ചയുടെ ഗുണനിലവാരം മെച്ചപ്പെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കോപ്പർ, അലുമിനിയം വിലകളിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 2025 സാമ്പത്തിക വർഷത്തിലെ 17.9% നിന്ന് 2026 18.4% വർദ്ധിച്ചു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സ്വാഭാവികമായും ഉയർന്ന ലാഭവിഹിതം ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ബിസിനസ് അല്ല, മറിച്ച് വിലയിൽ എപ്പോഴും മാറ്റം വരുന്ന അസംസ്കൃത വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഒരു നിർമ്മാണ മേഖലയാണ്. ഇത്തരമൊരു ബിസിനസ്സിൽ ലാഭവിഹിതം വർദ്ധിക്കുന്നത് കമ്പനിയുടെ വളർച്ചയുടെയും കൃത്യമായ വില നിർണ്ണയ രീതികളുടെയും പ്രവർത്തനക്ഷമതയുടെയും സൂചനയാണ്. RR കേബിളിന് ഈ 3 കാര്യങ്ങളും ഗുണകരമായി ഭവിക്കുന്നുണ്ട്. ഈ ബിസിനസ്സിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം കേവലം വളർച്ച മാത്രമല്ല, മറിച്ച് ആ വളർച്ചയുടെ സ്വഭാവമാണ്. സാധാരണയായി വയറുകൾ റീറ്റെയിൽ വിപണിയെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുന്നത്. എന്നാൽ കേബിളുകൾ അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായങ്ങൾ, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ, ഡാറ്റാ സെന്ററുകൾ എന്നിവയ്ക്കാണ് ഉപയോഗിക്കുന്നത്. വയറുകളെ അപേക്ഷിച്ച് കേബിളുകൾക്ക് ഉയർന്ന ലാഭവിഹിതവും വലിയ ഓർഡറുകളും ലഭിക്കാറുണ്ട്. അതുകൊണ്ടാണ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ കേബിളുകളുടെ പങ്ക് വർദ്ധിക്കുന്നത് നിർണായകമാകുന്നത്.
മാർച്ച് പാദത്തിൽ കേബിളിന്റെ വയർ കേബിൾ വിഭാഗം 36.3% വളർച്ചയോടെ 2666 കോടി രൂപയിലെത്തി. ഈ വിഭാഗത്തിലെ ലാഭവിഹിതം 9.6% മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനിയുടെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതോടെ നിലവിൽ 27% കേബിളുകളുടെ വിഹിതം 2027 സാമ്പത്തിക വർഷാവസാനത്തോടെ ഏകദേശം 31% ഉയരുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ഇത് ചെറിയൊരു മാറ്റമായി തോന്നാമെങ്കിലും സത്യത്തിൽ അങ്ങനെയല്ല. ഈ വ്യവസായ മേഖലയിൽ ഉൽപ്പന്നങ്ങളുടെ വിഹിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പുരോഗതി ലാഭക്ഷമതയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പോളിക്യാബ് അതിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ പിന്തുടർന്ന അതേ പാതയാണിത്. കേബിളുകളുടെ പങ്ക് വർദ്ധിപ്പിക്കുക, ലാഭവിഹിതം മെച്ചപ്പെടുത്തുക, വിതരണ ശൃംഖല വിപുലീകരിക്കുക, കൂടുതൽ വിപണി വിഹിതം പിടിച്ചെടുക്കുക. ബാക്കിയുള്ളവ കമ്പനിയുടെ പ്രവർത്തനക്ഷമതയിലൂടെ തനിയെ സംഭവിക്കും. ഈ മാറ്റങ്ങൾ കൃത്യസമയത്താണ് സംഭവിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ വൈദ്യുതീകരണവും അടിസ്ഥാന സൗകര്യ വികസന പ്രക്രിയയും ഇപ്പോഴും അതിന്റെ സജീവമായ ഘട്ടത്തിലാണ്. അത് അവസാനിക്കാറായിട്ടില്ല. റിയൽ എസ്റ്റേറ്റ് രംഗം ശക്തമായി തിരിച്ചു വരുന്നുണ്ട്. പുനരുപയോഗ ഊർജ്ജ പ്ലാന്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഡാറ്റാ സെന്ററുകൾ വൈദ്യുത ഉപകരണങ്ങളുടെ വലിയ ഉപഭോക്താക്കളായി മാറുന്നുമുണ്ട്. നിർമ്മാണ മേഖലയിലെ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യ വികസന ചെലവുകളും ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നു. ഈ മേഖലകൾക്കെല്ലാം വൻതോതിൽ വയറുകളും കേബിളുകളും ആവശ്യമാണ്. അടുത്ത ഏതാനും വർഷങ്ങളിൽ വയർ കേബിൾ വ്യവസായം ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ചാ നിരക്കിന്റെ ഇരട്ടി വേഗത്തിൽ വളരുമെന്ന് പോളിക്യാബ് വിശ്വസിക്കുന്നു. എന്നാൽ കേബിൾ അതിനേക്കാൾ ഉയർന്ന വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. 2027 സാമ്പത്തിക വർഷങ്ങളിൽ തങ്ങളുടെ വയർ കേബിൾ ബിസിനസ്സിൽ 16 മുതൽ 18% വരെ വോളിയം വളർച്ച മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഈ വളർച്ച വെറും പ്രതീക്ഷകൾക്ക് പുറത്തല്ല ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നതാണ്. നിലവിൽ കമ്പനിയുടെ കേബിൾ ഉൽപാദന ശേഷിയുടെ 90%-ലധികം ഇതിനകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനേജ്മെന്റിനുള്ള ആത്മവിശ്വാസം ഏറ്റവും വ്യക്തമായി കാണാൻ സാധിക്കുന്നത് അവരുടെ മൂലധന ചെലവിലാണ്. 2025 മുതൽ 2028 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലായി 1200 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേബിൾ നടപ്പിലാക്കുന്നത്. ഇതിൽ 80% കേബിൾ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ചിലവിടുന്നത്. ഇതിനോടകം ഏകദേശം 300 കോടി രൂപ കമ്പനി ചിലവഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള തുകയുടെ ഭൂരിഭാഗവും 2027 സാമ്പത്തിക വർഷത്തിൽ വിനിയോഗിക്കും. ഈ പദ്ധതികൾ പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ 4500 കോടി മുതൽ 5000 കോടി രൂപ വരെ അധിക വരുമാനം നേടാൻ സാധിക്കുമെന്ന് മാനേജ്മെന്റ് കരുതുന്നുണ്ട്. നിലവിൽ പ്രതിവർഷം 10,000 കോടിയിൽ താഴെ മാത്രം വരുമാനമുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇത് വളരെ വലിയൊരു മാറ്റമാണ്. വരുമാനത്തിലെ വളർച്ച എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കും. എന്നാൽ ലാഭവിഹിതം വർദ്ധിക്കുമ്പോഴാണ് ഒരു കമ്പനിയുടെ മൂല്യം വിപണി പുനർനിർണയിക്കപ്പെടുന്നത്. ഇവിടെയാണ് കേബിളിന്റെ കഥ കൂടുതൽ രസകരമാകുന്നത്. വയർ കേബിൾ ബിസിനസ്സിൽ 2026 സാമ്പത്തിക വർഷത്തിലെ 8.9%-ൽ നിന്ന് 2027 ലാഭവിഹിതം ഏകദേശം 9.5%-മായി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 2028 സാമ്പത്തിക വർഷത്തോടെ ഇത് വീണ്ടും 100 ബേസിസ് പോയിന്റ് മെച്ചപ്പെടുത്തി 10.5%-ലേക്ക് എത്തിക്കാനും അവർ പ്രതീക്ഷിക്കുന്നു. ഈ കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു നിർമ്മാണ കമ്പനി വളർച്ച നിലനിർത്തിക്കൊണ്ട് തന്നെ ലാഭവിഹിതം സ്ഥിരമായി വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാൽ നിക്ഷേപകർ ആ കമ്പനിയെ കാണുന്ന രീതി തന്നെ മാറും. വെറും കാലാനുസൃതമായ വ്യവസായ സ്ഥാപനമായമല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച നേട്ടം നൽകുന്ന ഒരു സ്ട്രക്ചറൽ കോമ്പൗണ്ടറായാകും പിന്നീട് അതിനെ കണക്കാക്കുക. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഇപ്പോഴും താരതമ്യേന ഹെൽത്തി ആയിട്ട് തുടരുന്നു. ഡെറ്റ് ടു ഇക്വിറ്റി അനുപാതം വെറും 0.13 മാത്രമാണ്. പലിശ തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഏകദേശം 10 മടങ്ങാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 21%-ന് മുകളിലും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 28%-ന് മുകളിലുമാണ്. വളർച്ചയുടെ ഘട്ടത്തിലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോപ്പർ വിലയിലെ ഏറ്റക്കുറച്ചിലുകളും വർക്കിംഗ് ക്യാപിറ്റലിലെ മാറ്റങ്ങളും ബാധിക്കുന്ന ഒരു ബിസിനസ്സിൽ ഇവ വളരെ മികച്ച കണക്കുകളാണ്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ കാര്യത്തിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഗോള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം കയറ്റുമതി ചരക്കുകൾ പാതി വഴിയിൽ കുടുങ്ങിയതോടെ ഇൻവെന്ററി ദിനങ്ങൾ 2025 സാമ്പത്തിക വർഷത്തിൽ 48-ൽ നിന്ന് 2026-ൽ 66 ദിവസമായി വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 2027 സാമ്പത്തിക വർഷത്തോടെ ഇത് സാധാരണ നിലയിലാകുമെന്ന് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ മാറ്റങ്ങളും കയറ്റുമതിയിലെ ചെറിയ തടസ്സങ്ങളും വെല്ലുവിളിയാണെങ്കിലും ശരിയായ ആസൂത്രണത്തിലൂടെയും പ്രവർത്തനക്ഷമതയിലൂടെയും ഇന്ത്യൻ വിപണിയിലെ അടുത്ത സ്ട്രക്ചറൽ കോമ്പൗണ്ടർ ആകാനുള്ള എല്ലാ കരുത്തും കേബിളിനുണ്ട്. വരും വർഷങ്ങളിൽ ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ നിശബ്ദനായ കരുത്തനായി ഈ കമ്പനി ഒരുപക്ഷെ മാറിയേക്കാം.